ലൈഫിൽ ശരിക്കും ഒറ്റയ്ക്കായി, തനിക്കിനി ആരുമില്ല, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഇത്തരം ചിന്തകളിൽ നിന്നാണ് പലരും ഇനി ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള വളരെ കടുത്ത എന്നാൽ വളരെ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മളിൽ പലരും പലരുടെയും മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പ്രായോ ജെൻഡറോ ഒന്നും വ്യത്യാസമില്ലാതെ പലരും ആത്മഹത്യ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ സൂയിസൈഡൽ തോട്ട്സിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യും. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരം തോട്ട് ഉള്ള ഒരാളാണെങ്കിൽ അവരെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓവർകമ്മിങ് സൂയിസൈഡൽ തോട്ട്സ് ടേക്ക് ടൈം, പേഷ്യൻസ് ആൻഡ് സപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ പലരും പലരുടെയും മരണത്തിന് കാരണമായിട്ടുണ്ടാവുന്ന. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാള് ഒരു നിമിഷം അവരെ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ പലരും ഇന്ന് ജീവനോടെ നമ്മുടെ ലോകത്തുണ്ടാവുമായിരുന്നു. ഇതിപ്പോ ഒരു ബിസി വേൾഡ് ആണ്, നമ്മൾ എല്ലാവരും ബിസിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സങ്കടം പറയുമ്പോ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് വെച്ച് അവരെ പുച്ഛിക്കാനും അല്ലെങ്കിൽ അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ നീ ഒന്ന് പോയി നിനക്ക് പ്രാന്ത എന്നൊക്കെ പറഞ്ഞ് അവരെ ആട്ടി അകറ്റാനും നമുക്ക് എളുപ്പമാണ്. നമ്മൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത്തരത്തിലുള്ള നമ്മളുടെ പ്രവൃത്തി പലരെയും മരണത്തിലേക്ക് തള്ളിവിടും. അപ്പൊ നമ്മളൊരു കൊലയാളിയായി മാറല്ലേ ചെയ്യുന്നേ? അവരുടെ മരണത്തിന് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മളൊരു കാരണക്കാരാവുകയാണ്. അപ്പൊ നമുക്ക് സൂയിസൈഡൽ തോട്ട്സിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാൻ നോക്കാം. മെന്റൽ ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എനിത്തിങ്. കാരണം നമ്മൾ ഫിസിക്കലി ഓക്കെ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് നല്ലോണം മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു ഫിസിക്കൽ കണ്ടീഷനിൽ നിന്നും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. അതേസമയം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്തു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ നോക്കുക. ടോക്ക് ടു സംവൺ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഓപ്പൺ അപ്പ് ചെയ്യുക. അത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പർ ആവാം, ടീച്ചർ ആവാം, ആരും ആവാം. ബട്ട് നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുക. ബിക്കോസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. യെസ്, നമ്മളൊരു ആത്മഹത്യ എന്ന് പറയുന്ന അത്രയും വലിയൊരു പോയിന്റിലോട്ട് എത്തുന്നതിനേക്കാളും നമ്മൾ ഒരാളോട് തുറന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മളുടെ പകുതി പ്രശ്നം അവിടെ തീരും. ഓക്കെ, അവരുടെ ഒരു ആശ്വാസമാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. സോ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾ മറച്ചു വെക്കാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ അടക്കി പിടിച്ച് അത് വലിയൊരു പ്രഷർ കുക്കറാക്കി മാറ്റുന്നതിൽ നല്ലത് നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാന്നുള്ളതാണ്. സപ്പോസ് നിങ്ങൾക്കിപ്പോ ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ആരോടും പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് സെന്റേഴ്സ് ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അത്തരം നമ്പേഴ്സിലോട്ട് വിളിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് തന്നെ നിങ്ങൾക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവേ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനും അവരോട് സംസാരിച്ച് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സെക്ഷൻ എടുക്കാനും ഒട്ടും പഠിക്കേണ്ടതില്ല. ഇന്നത്തെ കാലത്തും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോഴും സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അയ്യോ, ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ എന്റെ മകളോ മകനോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്തായിത്തീരും, അല്ലെങ്കിൽ അവരെ പറ്റി എന്ത് വിചാരിക്കും, എനിക്ക് ഭ്രാന്താണെന്ന് മുദ്ര കുത്തുവോ, ഇത്തരത്തിലുള്ള തോട്ട്സ് ആണ് എല്ലാവരുടെയും ഒട്ടുമിക്ക ആൾക്കാരുടെയും മനസ്സിലുള്ളത്. ആ ചിന്താഗതി മാറ്റുക. നിങ്ങളുടെ ശരീരത്തിനിടയിൽ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ നിങ്ങൾ ഓടിപ്പോയി ഡോക്ടറെ കാണിക്കാറില്ലേ? അതിനേക്കാളും ഒക്കെ എത്രയോ മുകളിലാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനൊരു അസുഖം വരുമ്പോ നിങ്ങൾ എന്തിനാ മടിക്കുന്നേ ഒരു ഡോക്ടറെ കാണിക്കാൻ? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ? അതുകൊണ്ട് തന്നെ ഒട്ടും മടിച്ചു നിൽക്കരുത്. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് എന്തിനാ വെറുതെ പ്രശ്നത്തിലോട്ട് പോകുന്നേ? നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ മാത്രം ധൈര്യമുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരോ വീട്ടുകാരോ എന്തോ വിചാരിച്ചോട്ടെ, ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കാണിക്കും, അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കാൻ എത്രമാത്രം ധൈര്യം വേണം? അതിന്റെ പകുതി ധൈര്യം പോലും വേണ്ട അല്ലെ? ആത്മഹത്യ ചെയ്തേക്കാം അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള അത്രയും കടുത്ത ധൈര്യം നിങ്ങൾ എടുക്കുമ്പോ അതിന്റെ ഒരു പകുതി ധൈര്യം മതി. ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണും എന്നൊക്കെ ചിന്തിക്കും. സോ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഐഡന്റിഫൈ യുവർ ട്രിഗേഴ്സ്. അതായത് നിങ്ങൾക്കൊരു സൂയിസൈഡൽ തോട്ട് വരാൻ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടാവാം. മേ ബി നിങ്ങളുടെ ട്രോമാസ് ആയിരിക്കാം, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ സ്ട്രെസ്, പഠനത്തിന്റെ സ്ട്രെസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം നിങ്ങൾക്കൊരു സൂയിസൈഡൽ തോട്ട് വരുന്നതിന് റീസൺ ആവുന്നത്. അത് എന്താണെന്ന് കണ്ടെത്തുക, അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തി ആ സൊല്യൂഷൻ ചെയ്യാൻ നോക്കുക. പ്രാക്ടീസ് സെൽഫ് കെയർ.
എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് വിച്ച് മേക്സ് യു റിലാക്സ് ആൻഡ് കംഫർട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാം, എക്സസൈസ് ചെയ്യാം, എന്താണോ നിങ്ങളെ കംഫർട്ട് ആക്കുന്നത് അത് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനാണോ ഇഷ്ടം, വർക്കൗട്ട് ചെയ്യാം. കുക്കിംഗ് ആണോ ഇഷ്ടം, കുക്കിംഗ് ചെയ്യാം. ഇനി ഫുഡ് കഴിക്കുന്നതാണോ ഇഷ്ടം, അത് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരുപാട് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കുന്നതാണ് നമ്മളുടെ ഒരു ഹീലിംഗ് മെത്തേഡ് എന്നും പറഞ്ഞ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഒരുപാട് അങ്ങോട്ട് പോകണ്ട, അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് നമ്മൾ പോകണ്ട. അതായത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടി ഫിസിക്കൽ ഹെൽത്ത് ഡൗൺ ആക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ. സോ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാം. ഐ ക്യാൻ കം ബാക്ക്, ദിസ് ടു ഷോൾ പാസ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. ഈ സമയമൊക്കെ കടന്നു പോവുള്ളൂ, അല്ലാതെ എപ്പോഴും നമുക്കൊരു ടഫ് ടൈം ഒന്നും ആയിരിക്കത്തില്ല. എല്ലാ സമയത്തും നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ പറ്റുന്ന സമയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗത്തു നിന്ന് നിങ്ങൾ മാറുക. മേ ബി നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ റിലേഷനെ എൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് വലിയ, നിങ്ങൾ എവിടെയാണോ വളരെ അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത്തരം സ്ഥലങ്ങളിൽ നിന്ന്, അത് ഏതും ആവാം, മേ ബി നിങ്ങളുടെ സ്വന്തം വീടാവാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ, അതായത് ആത്മഹത്യ ചെയ്ത് എസ്കേപ്പ് ആവുകയല്ല വേണ്ടത്, അല്ലാതെ നല്ല രീതിയിൽ അവിടെ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രദ്ധിക്കുക. അതായത് നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്നും, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. എന്നും വെച്ച് എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്കിങ് കൂടും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കുക. മാത്രമല്ല, ഇനി നിങ്ങൾ എൻഗേജ്ഡ് അല്ലാത്ത കണ്ടീഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ നിങ്ങൾക്ക് സമാധാനം തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ആണോ സമാധാനം തരുന്നത്, ആരുടെ അടുത്താണോ നിങ്ങൾ ഓക്കെ ആണ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. റിമെമ്പർ, യു ആർ നോട്ട് alone. ഞാൻ നേരത്തെ പറഞ്ഞു, സൂയിസൈഡൽ തോട്ടിൽ നിന്നുള്ള ഓവർകമ്മിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. അതിനൊരുപാട് സമയമെടുക്കും, ക്ഷമ വേണം, മാത്രമല്ല മറ്റുള്ളവരുടെ സപ്പോർട്ടും വേണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഓവർകം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, മാത്രമല്ല ഈ സമയം കടന്നു പോകും. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രം. ഇവൻ നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവർ നമ്മളെ ഓർക്കത്തുള്ളൂ. പിന്നെ അവർ അവരുടെ ലൈഫിലോട്ട് മൂവ് ഓൺ ചെയ്യും. അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മളാണെങ്കിലും അതെ, നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവര് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ പോകുന്നില്ല. നമ്മൾ പതുക്കെ 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 വിഷമം ഉണ്ടാവും, പക്ഷെ പതുക്കെ ആ വിഷമമായിട്ട് നമ്മൾ യൂസ്ഡ് ആകും. നമ്മൾ ഓവർകം ചെയ്ത് നമ്മളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും. ഒരുപാട് വർഷം കഴിയുമ്പോ നിങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മയും ഇല്ലാത്ത രീതിയിലോട്ട് മാറും. സോ നഷ്ടാർക്ക നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചാടിക്കേറി ആത്മഹത്യ ചെയ്യാം എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, ഒരു കൗൺസിലിംഗ് എടുക്കുക. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഒപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സൂയിസൈഡൽ തോട്ട്സിൽ നിന്നൊക്കെ മാറാൻ പറ്റും. ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ പാതിരാത്രി 2 മണിയായിട്ട് നമുക്ക് ഉറക്കം വരാതെ കിടന്നിങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെയാണ് ഞാൻ അങ്ങ് മരിച്ചാലോ, ഞാൻ എന്തിനാ ജീവിക്കണേ, ഇത്തരത്തിലുള്ള തോട്ട്സ് വരുന്നത്. അതേസമയം നിങ്ങൾ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ബോഡി ഫിസിക്കലി നല്ല രീതിയിൽ ടയർഡ് ആവും. അതോടുകൂടി നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും, നല്ല ഉറക്കം കിട്ടും. പിന്നെ നമ്മൾക്ക് ഈ ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടാതെയാകും. മാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായെടുക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആക്കാം, മെന്റൽ ഹെൽത്തും ഓക്കെ ആക്കാം. സോ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം, എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് പറയാനുള്ള എന്താന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുക, അവരെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.